പ്രൊഫസർ കെ വി തോമസ്, ഇതിനകം തന്നെ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. 11 വെള്ളി ഫലകങ്ങൾ ഇതിനകം തന്നെ കമൽനാഥ് അയച്ചിട്ടുണ്ട്. മാത്രമല്ല പൂജാ ചടങ്ങിലേക്ക് തങ്ങളെ ക്ഷണിക്കാത്തതിൽ വലിയ നിലയിൽ കുപിതനായിരുന്നു കമൽനാഥ്. ഏതാണ്ട് സമാനമായ നിലപാടാണ് പ്രിയങ്ക ഗാന്ധിയും എടുത്തിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും കോൺഗ്രസ് പ്രതിനിധി സംഘത്തെ അയക്കുന്നുണ്ട് എന്നാണല്ലോ നമ്മൾ അനൗപചാരികമായി മനസ്സിലാക്കുന്നത്. സോണിയാഗാന്ധി അല്ലെങ്കിൽ പ്രതിനിധി സംഘം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രത്യേകിച്ച് ഹിന്ദി സംസ്ഥാനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമാകാൻ പോകുന്ന രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിഷ്ഠാദിന ചടങ്ങിൻ്റെ പങ്കാളിത്തത്തിൽ ഉൾപ്പെടുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ ഒരു സാധ്യതയുമില്ല. അല്ല, കോൺഗ്രസ് അടുത്ത കാലത്തായിട്ട് കോൺഗ്രസിൻ്റെ വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളമുള്ള കാഴ്ചപ്പാടിൽ നിന്നൊക്കെ വ്യതിചലിക്കുകയാണ്. അത് ഏറ്റവും അവസാനമാണ് ഇസ്രയേലിൻ്റെ പ്രശ്നമുണ്ടായപ്പോൾ കോൺഗ്രസ് എടുത്ത സമീപനം. കോൺഗ്രസ്സിന് വ്യക്തത വരുന്നില്ലേ? ഇവിടെയും കോൺഗ്രസ് വ്യക്തമായി പറയേണ്ടത് എന്താ സമീപനം. ഈ രാമക്ഷേത്രം പണി തുടങ്ങുന്നു, അത് രാഷ്ട്രീയവൽക്കരിക്കുന്നു BJP. അത് തുറന്നു കാട്ടാൻ കോൺഗ്രസ്സിന് കഴിയണ്ടേ? കോൺഗ്രസ്സിനല്ലേ കഴിയേണ്ടത്? അതോടൊപ്പം അവിടെ ഒരു മോസ്ക് പണിയണ്ടേ? അത് മുന്നോട്ട് പോകുന്നില്ലല്ലോ. അപ്പം രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട പല പ്രശ്നങ്ങളും 10 വോട്ടിനും 10 സീറ്റിനും വേണ്ടി കോൺഗ്രസ് ഇക്കാലം എത്രയും പരമ്പരാഗതമായി കൊണ്ടു നടന്നിരുന്ന കാഴ്ചപ്പാടുകളിൽ നിന്നും വ്യതിചലിക്കുന്നതാണ് വേദനാജനകമായിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം BJPക്കെതിരായുള്ള മുന്നേറ്റത്തിൽ മാറി നിൽക്കണമെന്നുള്ളതല്ല. BJP മുന്നേറ്റത്തിൽ എല്ലാവരും യോജിക്കണം, അതിന് നേതൃത്വം കൊടുക്കേണ്ടത് കോൺഗ്രസ്സാണ്. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു വ്യക്തത കോൺഗ്രസ്സിന് കാണിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരം. Debate with MV Nikesh Kumar.